വചനം പറയുകയാണ്, പെറ്റ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1999 ഞാൻ ഒരു ധ്യാനത്തിലൂടെ യേശുവിന്റെ സ്നേഹം അടുത്തറിഞ്ഞ്, രുചിച്ചറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് എന്റെ അതുവരെയുള്ള പാപജീവിതത്തെ ഉപേക്ഷിച്ച് എന്റെ ജീവിതം പൂർണ്ണമായിട്ട് ഞാൻ യേശുവിന് കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തത്. അതുവരെയും മദ്യത്തിനും പുകവലിക്കും ഒക്കെ അഡിക്ഷനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് കഴിഞ്ഞ 25 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ പേരും എന്റെ പിതാവിന്റെ, എന്റെ ഈശോയുടെ കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഇന്ന് വരെയും കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, 2 വർഷം മുമ്പാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എന്റെ കൊച്ചു കൊച്ചു അറിവും എന്റെ സാധ്യതകളും ഞാനായിരിക്കുന്ന അവസ്ഥയിൽ വെച്ച് ഞാൻ ആദ്യം ലേഖനങ്ങളിലൂടെയും ഇപ്പോൾ വീഡിയോ ശുശ്രൂഷയിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങിയത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ദൈവത്തെ ഇകഴ്ത്തുന്ന വിധത്തിൽ, ദൈവത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദൈവമില്ല, അല്ലെങ്കിൽ ദൈവം ഒരു സങ്കല്പമാണ്, അത്തരത്തില് ദൈവവിശ്വാസത്തിനും ഒക്കെ എതിരായിട്ട് നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ നിരന്തരം ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ യുവജനങ്ങളുടെ ബ്രെയിനിലേക്ക് അടിച്ച് കയറ്റപ്പെടുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. അന്ന് മുതലാണ് ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിൽ ഈശോയെ പ്രഘോഷിക്കണം, ഈശോയെ അറിയത്തില്ലാത്ത, ഈശോയെ അനുഭവിച്ചിട്ടില്ലാത്ത, ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത സഹോദരങ്ങളിലേക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈശോയെ പ്രഘോഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്.